നമസ്കാരം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മനസ്സിൻ്റെ ആരോഗ്യം. ഇതിന് രണ്ടിനും പ്രത്യേക ഡിഫൻസ് മെക്കാനിസം പ്രകൃതിയാൽ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ആരോഗ്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു നാച്ചുറൽ മെഡിസിൻ എന്ന് പറയുന്നത് ക്വാളിറ്റി സ്ലീപ്പ് കഴിഞ്ഞാൽ പിന്നെ സന്തോഷമുള്ളൊരു മൈൻഡ് സെറ്റാണ്. കാരണം എങ്ങനെയാണ് ഒരു മെഷീനകത്ത് ഓയിൽ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഇന്നർ ഓർഗൻസിനകത്ത് സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പാമൈൻ, സെറോട്ടോണിൻ പോലുള്ള ഹോർമോണുകൾ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു നാച്ചുറൽ മെഡിസിൻ തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ സന്തോഷമുള്ളൊരു മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതേക്കുറിച്ചാണ്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. യഥാർത്ഥത്തിൽ സന്തോഷം എന്ന് പറയുന്നത് ഹാബിറ്റ് ആക്കേണ്ട ഒരു കാര്യമാണ്, ശീലമാക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ അത് നിൽക്കത്തുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ ടെൻഷനുള്ള കാരണം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിരാശയ്ക്കുള്ള കാരണം എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ കുറച്ചൊരു മൂഡ് ഔട്ട് ആയിരിക്കും. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, ടെൻഷനുള്ള കാരണമൊന്നുമില്ലെങ്കിലും മനസ്സുകൊണ്ട് ചിന്തിച്ച്, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച്, പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ക്രിയേറ്റ് ചെയ്ത് ടെൻഷൻ അടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥതപ്പെടുത്തുന്നവരുണ്ട്, കൂടെ ഉള്ളവരെയും അസ്വസ്ഥതപ്പെടുത്തുന്നവരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ നിങ്ങളിപ്പം ആത്മവിശ്വാസം കുറവുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം കടന്നു പോകുന്നത്. ഇപ്പം നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതായിരിക്കും, ആത്മവിശ്വാസം കുറച്ച് കുറവായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ വളരെ ഹാപ്പിയാണെന്ന് സ്വയം ഒന്ന് വിശ്വസിക്കുക, സ്വയം ചിന്തിക്കുക, സ്വയം അങ്ങനെ ആക്ട് ചെയ്യുക. നിങ്ങൾ ഹാപ്പിയാണെന്ന് ചിന്തിക്കണം, വിശ്വസിക്കണം, അങ്ങനെ ആക്ട് ചെയ്യണം. നിങ്ങളുടെ സംസാരത്തിനകത്തും ചിന്തയ്ക്കകത്തും ഒക്കെ തന്നെ നിങ്ങൾ ആ ഒരു ഫീല് കൊണ്ടുവരണം, കൃത്രിമമായിട്ട്, ആർട്ടിഫിഷ്യലായിട്ട്. കാരണം നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തി ഈ പ്ലാനറ്റിൽ ഇനി എത്ര ലക്ഷം വർഷം കഴിഞ്ഞാലും ഉണ്ടാകത്തില്ല. അതാണ് ആ യുണീക്ക്നെസ്സിൻ്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഓരോ വ്യക്തിയുടെയും രൂപം, ഭാവം, ചിന്ത, ആറ്റിറ്റ്യൂഡ്, ആഗ്രഹങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. അവിടെയാണ് നമ്മുടെ ആ യുണീക്ക്നെസ്സിൻ്റെ ആ ഒരു പ്രശസ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെറുതെ അങ്ങ് ചിന്തിച്ചേക്കണം, നിങ്ങളാണ് ഏറ്റവും സ്മാർട്ട്, നിങ്ങളാണ് ഏറ്റവും റിച്ച്, നിങ്ങളാണ് ഏറ്റവും മോഡേൺ, നിങ്ങളാണ് ഏറ്റവും ഹെൽത്തി, നിങ്ങളാണ് ഏറ്റവും സന്തോഷമുള്ള വ്യക്തി. അങ്ങനെ നിങ്ങൾ വെറുതെ അങ്ങ് ചിന്തിച്ചേക്കണം. ഇനി നിങ്ങൾ ഏത് സാഹചര്യത്തിലുള്ള ആളാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കണം. അപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, നമ്മൾ തുടർച്ചയായിട്ട് എന്ത് ചിന്തിക്കുന്നോ, ക്രമേണ നമ്മൾ അങ്ങനെ ആയിത്തീരും. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങൾക്കുള്ള കാര്യത്തിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള കാര്യത്തെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുക, ഉള്ളതിനെക്കുറിച്ച് മാത്രം. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി എന്തൊക്കെ കാര്യങ്ങളാണ് നിലവിലുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റിനെ കുറിച്ചോ നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ചോ ഇനി നമുക്ക് നേടാനുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. ഓൾറെഡി എന്തൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇമാജിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരും, എവരിതിങ്, ഈവൻ ആരോഗ്യം പോലും വരും. ഞാൻ നേരത്തെ പറഞ്ഞ ആ യുണീക്ക്നെസ് വരും. ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ എഴുന്നേറ്റ് നടന്ന് അവിടെ പോയൊരു സാധനം എടുത്തുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ അതും ഒരു കഴിവാണ്. നിങ്ങൾക്കൊരു വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റുന്നെങ്കിൽ അതൊരു കഴിവാണ്. നിങ്ങളുടെ പഴയകാല ഓർമ്മകൾ, സന്തോഷകരമായിട്ടുള്ള ഓർമ്മകളുണ്ടല്ലോ, അതൊരു കഴിവാണ്. ഇപ്പം നിങ്ങൾക്കൊരു സൈക്കിളുണ്ട്, ആ സൈക്കിൾ നിങ്ങൾക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നെങ്കിൽ അതൊരു അസറ്റാണ്. അതിന് കഴിയാത്ത ഒത്തിരി പേരുണ്ട്. സ്റ്റെപ്പ് നമ്പർ 3, ഒരു കാരണവശാലും നിങ്ങൾ മറ്റൊരാളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യരുത്. നിങ്ങളെന്നല്ല, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനെയും നിങ്ങൾ മറ്റൊരാളുടെ കാര്യവുമായിട്ട് കമ്പയർ ചെയ്യരുത്. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ അറിയാതെ നടക്കുന്നൊരു പ്രക്രിയയാണിത്. നമ്മുടെ നിരാശയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും അതാണ്. നമുക്ക് മറ്റുള്ളവരെ പോലെ ആകാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ പോലെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല,
മറ്റുള്ളവരെ പോലെ നമുക്ക് വീടുണ്ടാക്കാൻ പറ്റുന്നില്ല, വാഹനം വാങ്ങിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെയാണോ അവരുടെ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ സമയങ്ങളൊക്കെ ചെലവഴിക്കുന്നത്, അതുപോലെ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ പല രീതിയിലും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യവുമായിട്ട് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ കമ്പയർ ചെയ്യുന്നുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്യണം, പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ ഓരോന്നിനോടുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് അനുകൂലമായിരിക്കണം, നിങ്ങൾക്ക് അനുകൂലമായിരിക്കണം. ഇപ്പോൾ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി നിങ്ങളാണ്. മറ്റൊരാളെ കമ്പയർ ചെയ്യാത്തിടത്തോളം കാലം. ഇപ്പം രണ്ട് സംഖ്യകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ഒന്ന് വലുത് ഒന്ന് ചെറുതെന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? സ്റ്റെപ്പ് നമ്പർ 4, നമ്മുടെ ലൈഫിൽ പല അനുഭവങ്ങളുമുണ്ട്. സന്തോഷകരമായിട്ടുള്ള, തമാശ നിറഞ്ഞ പല സന്ദർഭങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ റീവൈൻഡ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ തമാശയുള്ള കാര്യങ്ങൾ സങ്കല്പിക്കുക, നമ്മുടെ മനസ്സുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, ഏത് കാര്യത്തിനകത്തും ഒരു തമാശ കണ്ടെത്താനുള്ള, എന്നുവെച്ചാൽ ഇത് മനസ്സുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു തമാശ കണ്ടെത്തി നമ്മുടെ ഉള്ളിൽ ആ ചിരി വരുന്ന, ആ ചിരിക്കുന്ന ആ ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എല്ലാത്തിനെയും വളരെ സീരിയസ് ആയിട്ട്, വളരെ ഗൗരവമായിട്ട്, ഏതാണ്ട് ഭയങ്കരമായിട്ട് ഏതാണ്ട് സംഭവിക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ട് എല്ലാത്തിനെയും സിമ്പിളായിട്ട് കാണുക. ആ രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ചില ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, അവർ ഏത് സാഹചര്യത്തിലും അതിനെ രസകരമാക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഒരു സിമ്പിളാക്കുന്ന, ഇച്ചിരി ടെൻഷൻ നിറഞ്ഞ സാഹചര്യമാണെങ്കിൽ പോലും അവിടെ ഒരു ആശ്വാസം പകരുന്ന രീതിയിലുള്ള ചില വാക്കുകൾ, സംസാരങ്ങൾ, ചില പ്രവൃത്തികൾ, അതൊക്കെ അവരവിടെ കൊണ്ടുവരും. അതുപോലെ ചെറിയ തമാശ കേട്ടാലും ചിരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് ഇത്ര ചിരിക്കാൻ എന്തോ ഇരിക്കുന്നത്, അങ്ങനെയല്ല. നമ്മളതൊരു ഹാബിറ്റാക്കി എടുക്കണം. അങ്ങനെ ഒരു ദിവസം പല പ്രാവശ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഓർത്തോ കണ്ടോ കേട്ടോ ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്തോ ചിരിക്കാൻ നോക്കുക. അങ്ങനെ ചിരിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മുടെ ഉപബോധ മനസ്സിത് കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ഉപബോധ മനസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് തോന്നും നമ്മൾ ഹാപ്പിയാണെന്ന്. നമ്മുടെ ഉപബോധ മനസ്സിന് തോന്നും നമ്മൾ ഹാപ്പിയാണെന്ന്. അങ്ങനെ തോന്നിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരാൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ പ്രവർത്തിക്കുന്നു, എങ്ങനെയൊക്കെയാണ്, അതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിന് ചെയ്തോളൂ. അതിനകത്ത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ ഒക്കെ തന്നെ നിങ്ങളൊരു കോമഡിയാക്കി മാറ്റണം. അതാണ് ഏറ്റവും വലിയ തമാശ. നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന പരാജയങ്ങളാണ്, നമ്മുടെ പരാജയങ്ങളാണ് ഒരു പക്ഷേ ഏറ്റവും വലിയ തമാശ. ആ രീതിയിലാക്കി അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആക്കി എടുക്കണം. സ്റ്റെപ്പ് നമ്പർ 5, നിങ്ങളുടെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. ഓരോരുത്തരുടെ സാഹചര്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുണീക്കാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. അതിനകത്ത് സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ഇതെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ പോസിറ്റീവായിട്ട് വേണം ഇതെല്ലാം എടുക്കാൻ, അല്ലാതെ ഒരിക്കലും നെഗറ്റീവായിട്ട്. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് എടുക്കണം. അതിനകത്തൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അതിന് പകരം നമ്മൾ മറ്റൊരാളുടെ സാഹചര്യം നോക്കി, അവരുടെ സാഹചര്യം നോക്കി നെടുവേർപ്പിട്ട്, അയ്യോ നമുക്കത് പറ്റുന്നില്ലല്ലോ, നമുക്ക് അങ്ങനെ പറ്റുന്നില്ലല്ലോ, അങ്ങനെ നോക്കി ഇരിക്കാതെ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്, നിങ്ങളുടെ ആ ഒരു യുണീക്ക് ഫാക്ടറിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങളും കാര്യങ്ങളും എല്ലാം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.